അപ്പോൾ ഗൈസ് നമ്മൾ ബെന്നി വിളിച്ചുകൊണ്ട് പറഞ്ഞത് ഷോറൂമിലേക്ക് വരാൻ. ഞാൻ ചോദിച്ചത് എന്തിനാന്ന്. അപ്പോൾ ഗൈസ് പെട്ടെന്നൊരു അത്യാവശ്യത്തിനാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേഗം ബൈക്ക് എടുത്ത് പോകാം. എൻ്റെ ഷോറൂം അവിടെ നിന്നൊക്കെ അറിയാം. റോഡ് അങ്ങനെ അറിയില്ലെങ്കിലും നമുക്ക് കുറച്ചൊക്കെ അറിയാം. കുറച്ച് ചുറ്റിപ്പറ്റി പോകണ്ടേ. ഷോറൂം പോലെ അടുത്ത് തന്നെയാണ് ഗൈസ്. അപ്പോൾ പിന്നെ അത്യാവശ്യ വണ്ടി ഫ്യൂവലില്ല. ഒന്ന് പെണ്ണുമ്പോഴൊന്ന് മാറി അത്യാവശ്യത്തിന് പോകുമ്പോൾ തരാട്ടി നമ്മൾ ഷിൻചാൻ ചത്ത് പെണ്ണുമ്പോഴും ഷിൻചാനെ കൊന്നില്ലേ. പെണ്ണുമ്പോഴും ഞാൻ എൻ്റെ ബൈക്ക് ഷിൻചാനെ അല്ല ഷിൻചാനാവില്ല. അയ്യോ കഴിച്ച് നമ്മൾ പശയൊന്നും ഇപ്പോൾ നമ്മൾ അറിയാതെ കൈ തട്ടിപ്പോയി ബാക്ക്. അപ്പം നമ്മൾ കളിച്ച കൈസ് ഇവിടെ നിന്ന് തുടങ്ങി ഒന്നും കൂടി നമുക്ക് കളിക്കാം. ശരിക്കും ബെന്നി പിന്നെ വെച്ചു. അപ്പം ഗൈസ് നമ്മളെ ബെന്നി നമ്മളോട് ചോദിച്ചിരുന്നു നമ്മൾ വരാൻ സ്ഥലത്തേക്ക് അത്യാവശ്യം ഞങ്ങളുടെ ഷോറൂമിൽ എന്തുണ്ട്. അപ്പോൾ നമുക്കൊരു ബൈക്ക് കുടിച്ചിട്ടുണ്ട്. ഗൈസ് പിന്നെ ഷിൻചാൻ പൊട്ടൻ വന്നു. ഷിൻചാൻ പിന്നെ വന്നു. ഗൈസ് ഷിൻചാൻ പൊട്ട കയറി കലപ്പ. അല്ല അല്ല ഹലോ ഹലോ വണ്ടിന്റെ കമ്പനിയിൽ വരില്ല. എനിക്കെന്താ പണ്ട് അറിയണ്ടി ഉണ്ടാക്കല്ലേ വേടി. അയ്യോ വേണ്ട വേണ്ട ഞാൻ അവിടെ തൊള്ളായിട്ട് കൂട്ടാം. ഇതേ വഴിയിൽ കൊല്ലാൻ കിട്ടാൻ ഞാൻ ഇവിടെ തൊള്ള പൊട്ടിക്കെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബെന്നിൻ്റെ ഷോറൂമിലേക്കാണ് പോകുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ പിന്നെ വരാതെന്ന് പറഞ്ഞു. ആ ഭർത്തത്തിനെ പെണ്ണുള്ളതാണ്. നമ്മളെ കാര്യമല്ല വേറെ ആൾക്കാർ കേട്ടിനും പറ്റുമോ. ഞാൻ വണ്ടിക്ക് തീരെയും ഫ്യൂവലില്ലേ. ഞാൻ ഓടിച്ചപ്പോൾ വണ്ടി വെച്ചു. അപ്പം പിന്നെയും ഫ്യൂവലോ തീരെ ഫോൺ ചെയ്തപ്പോൾ തന്നെ തീരെ വന്നു. എന്നാ ബെന്നിൻ്റെ ഷോറൂമൊക്കെ ഇതാണ് വണ്ടിൻ്റെ ഷോറൂം. അടാ പൊട്ട ഇത് ഡീസലൊക്കെ അടിക്കാനുള്ള പെട്രോൾ പമ്പാണ്. അതും പോലെ അറിയില്ല എനിക്ക്. എന്നാ ഞാൻ ചെറിയ കുട്ടിയല്ലേ എന്താ ഇങ്ങനെയൊക്കെ പറയാൻ പാടില്ല. അപ്പോൾ ഗൈസ് എൻ്റെ ടക്സായിട്ട് ഞാൻ മടുത്ത ഗൈസ്. അല്ല ഞാൻ വീണ ചേട്ടോ എത്ര അടിക്കണം? ഒരു 250 ഒക്കെ മതി ഗൈസ്. വന്നിട്ട് ഷോറൂമൊക്കെ അത്ര ദൂരമില്ലല്ലോ ഗൈസ്. നമ്മൾ ഇവിടെ തിരിക്കുമ്പോൾ നമ്മളെ ഹാൻഡ് കാണില്ല ഗൈസ്. അധികമുണ്ടായ ബഗ്ഗുണ്ടോ ഇതോ CPൻ്റെ ഇതിലും ബഗ്ഗുണ്ടോന്നാവും. അടുത്ത നമ്മൾ ചില ദിവസം നമ്മൾ CPൻ്റെ വീഡിയോ ഇടും. അപ്പോൾ അങ്ങനെ കാണാൻ CPൻ്റെ വീഡിയോ ആ ചേട്ടാ ഫുൾ ടാങ്ക് അടിച്ച് കാണി. അപ്പം എത്രയായി? ഒരു 450. ഏയ് 450 കൊടുത്തേ. അപ്പോൾ നമുക്ക് പോവാം ബെന്നി ഷോറൂമിലേക്ക്. ഇനിയും ലാഗൊക്കെ അടിക്കുന്നുണ്ട്. ഞാനൊരു ആയോണ്ട് നമ്മളെ ബാഗ് അവിടെ ഉണ്ടാക്കണം. അപ്പം തന്നെ നമ്മൾ ചമ്മന്തി ചെയ്യാൻ പോയി. എൻ്റെ ഒരു ടാക്സി ലൈഫ് കൊണ്ട് എൻ്റെ ഓരോരോ
തള്ളിയിട്ടാൽ മടുത്തുടങ്ങി ഓരോരോ തള്ളോണ്ട് വരും. ഇവിടെ 2 ബൈക്കേഴ്സ് ഉണ്ട്. എൻ്റെ അമ്മ അങ്ങനെ ചട്ടീനാണ്. നമുക്ക് ബെന്നിന് ഷോറൂമുക്ക് കുറച്ച് ദൂരമുണ്ട്. നമ്മൾ ഷോറൂം എത്തിയിട്ട് കാണാം. ഓറഞ്ച് അറിയില്ല. അപ്പോൾ ഷോറൂം എത്തിയിട്ട് ബാക്കിയാണ്. ഷോറൂമുക്ക് ഞാനല്ല പോകണ്ടി പോയി എത്തി. ഇതേതോ വീട് ഇതാരോ വീട് അതാണ് കയറിയല്ല. ബെന്നി നമ്മൾ വിളിച്ചറിഞ്ഞാൽ ഷോറൂമിലേക്ക് വരാൻ അത്യാവശ്യമായിട്ട് ഒരു സർപ്രൈസ് പറയാനുണ്ട്. ആ കാരണം ബെന്നിൻ്റെ ഷോറൂം നല്ല ബൈക്ക് തന്നെ കിട്ടി കളി. അല്ലെങ്കിൽ അപ്പം തന്നെ KTM എടുത്തിയാൽ മതി. അപ്പം തന്നെ പെണ്ണുമ്പോളിൻ്റെ ശക്തി എന്ത് ശക്തിയാണെന്ന് അറിയില്ല. അത് പെണ്ണുമ്പോൾ അറിയാതെ വണ്ടി തട്ടിയപ്പോൾ തന്നെ വണ്ടി കാട്ടിക്കറക്കും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് സ്പീഡിലേ വന്നീന്. ഈ കാണുന്ന ഷോറൂമാണ് ബെന്നിൻ്റെ. നമ്മൾ എന്തിനോ എടുത്ത് കഴിഞ്ഞു ഈ വണ്ടി തന്നെ നനഞ്ഞ് അത് നമുക്ക് ഇറക്കാം. എനിക്കുണ്ടോ ചിന്താനെ? ഞാൻ പടക്കാം. അല്ല കണ്ടെത്തെന്തോ തോന്നുന്നു ബ്ലഡ് എന്തിക്കോ എന്താണ് ഞാൻ ചോദിച്ചല്ല അതിനെന്തെങ്കിലും കുറിച്ച് പറയാം. അങ്ങനെ മടുത്ത് കൊണ്ടുവരുന്നു. ഇനി എന്തെങ്കിലും വേറെ ആൾ വരുന്നുണ്ടോന്ന് ഞാൻ ഇവിടെ ചത്തു. അവൻ പറഞ്ഞു ഒരാൾ ഒരേ ആളെ പറ്റി പറഞ്ഞു. ഡോറേമോൻ ഉണ്ട് ഒരു ഫ്രണ്ട്. അവന് കുറച്ച് ദിവസം കഴിഞ്ഞ് വരും. ഡോറേമോൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞതിന് ഗൈസ്. അല്ല ആരോ ഡോറേമോനെന്നൊക്കെ അറിയില്ല. അതാണ് ഞാൻ ഗൈസ്. നമ്മൾ ഒരു ദിവസം ഇനി ഡോറേമോൻ വരും. അപ്പോൾ ഗൈസ് എന്ത് ഉണ്ടാകണം നമുക്ക് ഹെൽത്ത് ലൈഫും കണ്ടിട്ടുണ്ട്. ഇതല്ലേ അല്ല പിന്നെ ഗൈസ് ആ പരിചയം അതുള്ളതിന് ഗൈസ് ഇത് അതിൻ്റെ കോഡ് ഗൈസ്. പിന്നെ ഗൈസ് കുറേ നാളായില്ലേ നമ്മൾ ഇത് കളിച്ചിട്ട്. അപ്പോൾ ഇത് മറന്നു ഗൈസ് ചീക്കോട്ടൊക്കെ. അപ്പോൾ നമുക്ക് നെറ്റ് ഓഫാക്കുക. നെറ്റ് നല്ല പരസ്യം വരും ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ നമ്മൾ ഈ ബാഗ് കൂടി പറഞ്ഞു ഗൈസ്. ഈ ബാഗിൻ്റെ കാര്യമാണ് നല്ല ഓർത്ത് ഗൈസ്. ഓർമ്മ വഴിക്കും ബെന്നോട് നമുക്ക് വിളിച്ചു ഞങ്ങൾ പറഞ്ഞത് ഈ അടിയിലോടൊക്കെ കേൾക്കണേ. അവിടെ ചുട്ടുള്ളതാണ് എന്നോട് അപ്പം തന്നെ പറഞ്ഞോടെ ഞാൻ വന്നില്ല വന്നോ ഭയങ്കരയാണ്. ഇവിടെ അതവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓ ഫ്രാഗ്ലില് അസലേക്ക് എടാ ആ ബാഗിൽ ഒരു സർപ്രൈസ് തരാം. ആ ഈ ബാഗിൽ എന്താടാ പൊടിച്ചോ ഈ ബാഗ്. അപ്പം ആടാ പിന്നെ ഇതൊരു കാര്യം പറഞ്ഞില്ലേ സർപ്രൈസ് തരുന്നു. ആടാ അതിപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഫോണിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ലൊക്കേഷൻ എല്ലാം കാര്യങ്ങളും കിട്ടി. നമുക്ക് വണ്ടിക്ക് പോയിട്ട് ഷിൻചാൻ പൊട്ടനെടുത്ത് കണ്ട് നമുക്ക് പോവാം. എന്ത് ഷിൻചാൻ പൊട്ടനാ? അല്ല നല്ല കുട്ടി ഷിൻചാൻ നമുക്ക് പോവാം. അങ്ങനെ പറയ്. ഞാൻ കേട്ടത് ഷിൻചാൻ പൊട്ടനാ. എന്നാ കേറ് ഷിൻചാനെ കേറ് പോവാ ഷിൻചാനെ. ലൊക്കേഷൻ കണ്ടിട്ട് ഒരു ലൊക്കേഷൻ കണ്ടിട്ടോ നമ്മള് വീടിൻ്റെ
ലൊക്കേഷൻ ഇങ്ങനൊക്കെ പോകാൻ പറയും. അതൊക്കെ മറന്ന സ്ഥലത്ത് പോകുന്നത് അതിന് പറ്റുള്ളൂ. അവിടെ വല്ലതും തെറ്റിയോ പിന്നെ നമുക്ക് വീണ്ടും സർപ്രൈസ് ഉണ്ടാ മതി. പെണ്ണുമ്പളെ പിന്നെയും വന്നു ഒന്നും എന്ത് ഷിൻചാനെന്ത് അയ്യോ എൻ്റെ ഷിൻചാൻ ഇവിടെ നീക്കട സോറി പറയാതെ പോയി ഇഷ്ടമല്ല. ഷിൻചാൻ തീർച്ചയായും